ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം അല്ലേ. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരായിരുന്നു? ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരായിരുന്നു? കുറേ വട്ടം പറഞ്ഞു. പിതാവ് അലി റളിയല്ലാഹു അൻഹുവും മാതാവ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവുമായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഏത് വർഷം ഏത് മാസം? അതിനിയും പറയുന്ന ആവശ്യമില്ലല്ലോ. എന്നാണ്? ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചില്ല, ഇനി മറക്കരുത്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ, മാതാവ് ഫാത്തിമ ബീവി, അതുപോലെ പിതാവ് അലി റളിയല്ലാഹു അൻഹു. ഇനി ജനിച്ചത് ഹിജ്റ 3-ാം വർഷം മാസം റമളാൻ മാസം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു ആരാണ്? കൂഫയിലെ ജനങ്ങൾ. ഇനി അതും മറക്കരുത് കേട്ടോ. ഇനി നാലാമത്തത് ആമുൽ ജമാ എന്നറിയപ്പെടുന്ന വർഷം ഏതാണ്? 40, ഹിജ്റ 40-ാം വർഷം. ഓക്കെ, മറക്കരുത്. അപ്പോൾ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തത്, ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏതാണ്? 49, ഹിജ്റ 49. എങ്ങനെയാണ് വഫാത്തായത് നമ്മൾ പഠിച്ചിരുന്നു. വിഷബാധയേറ്റാണ് വഫാത്തായത്. അപ്പോൾ അത് മറക്കരുത്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ്? ജന്നത്തുൽ ബഖീയിൽ. അതും മറക്കരുത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ വിവരിക്കുക. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി തങ്ങൾ എന്തെല്ലാം ചെയ്തു? 5 കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയായിരുന്നു? നബി തങ്ങൾ ജനിച്ചെന്ന് വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. അതുപോലെ മധുരം നൽകി, ഹസൻ എന്ന പേരിട്ടു. 7-ാം ദിവസം അക്കീഖത്ത് അറുത്തു. പിന്നെന്താണ്? അവസാനം മുടിയുടെ തൂക്കമനുസരിച്ച് വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. അങ്ങനെ അതും പഠിച്ചു. ആമുൽ ജമാ നമുക്കറിയാം. പിതാവ് വഫാത്തായപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. ഇത് ഡമസ്കസിലെ ഗവർണറിന് യോജിപ്പുണ്ടായിരുന്നില്ല. അത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ, ഇനി മറക്കരുത്. ഇനി ഓക്കെ, ഇനി അവസാനമായിട്ട് വരുന്നത് പൂരിപ്പിക്കാം. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം എന്നാണ് നമുക്കറിയാം. ഹിജ്റ 3-ാം വർഷം റമളാനിൽ. പിതാവ് അലി റളിയല്ലാഹു അൻഹു, മാതാവ് ഫാത്തിമ. അതുപോലെ മരണം ഹിജ്റ 49, ഖബർ ജന്നത്തുൽ ബഖീൽ. അപ്പോൾ ഇതൊന്നും മറക്കരുത്, നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചു. ഇതിന് എന്ത് വന്നാലും നിങ്ങൾക്ക് എങ്ങനെയും എഴുതാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.